നിങ്ങളെല്ലാവരും അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി. കുട്ടീഷ്ണന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു. ഒരൊറ്റ അക്ഷരം നീ മിണ്ടിപ്പോവരുത്. എടി, പോത്തു പാർത്ത 2 ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ? പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ? എന്റെ കുട്ടീഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ ഒക്കെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൂള് പത്തിയെടുക്കണ? നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട. അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷ്ണ. അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. ഓ, പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ? ചിരിച്ചു മൈക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി? ഇത് വല്ലാത്തൊരു ശല്യമല്ലോ. ഈ പെണ്ണും. മോള് പോയി കുളിക്കാൻ നോക്ക്. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തെടി സുമാരനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഖമായിട്ടും പറഞ്ഞു അമ്മായി നമ്മുടെ ആരുമല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവന് ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പഠിക്കില്ല. അടുക്കളയിൽ എന്തൊക്കെയുണ്ടീ? അയ്യോ, മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ. ചോറാമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ. വിശന്നാ പിന്നെ വയറ്റിന്നൊരു കാളിച്ച. എന്റെ ദേവി, ഇനി കുറച്ചു ദിവസത്തേക്ക് പുകല് തന്നെ. നീ എന്തിനാ വയസ്സവരോട് തറുതൽ പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്നല്ലോ പഠിക്കാൻ നോക്ക്. ഈ കൊല്ലെങ്കിലും പാസ്സാവണം. ഓടി. ശൈലജെ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മള് കുറ്റം പറയാൻ പാടുണ്ടോ? ചോറാവാൻ വൈകി ഇത്തിരി ചായ എടുത്തോ. ഓ, തള്ള തുടങ്ങി. അയ്യേ, ചാളയാ? വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവകി? മഴയല്ലേ? ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. പിന്നെ ദേവകി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധനം കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവൻ കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള. പെണ്ണിന് ജോലി ഉണ്ടല്ലേ? തരക്കേടില്ലാട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാൾ എന്തുകൊണ്ട് കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേര് പറഞ്ഞതാ. ആ കുട്ടിക്ക് എന്താ തോന്നുക? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ വാങ്ങിട്ട് വെച്ചോളൂട്ടാ. മോഹന് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു പോയി അല്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹനുണ്ടല്ലോ, അവൻ എന്റെ മുമ്പിൽ നിൽക്കില്ല. പാറുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കും. പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ. മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുമായി. അറിയോ നിനക്ക്? കുട്ടി, ഐശ്വര്യായിട്ടൊരു 50 രൂപേന്റെ അടുത്ത് അമ്മായിക്ക് മുറുക്കാൻ വാങ്ങാനാ. ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ടാ. ഇതേ ഉള്ളൂ. 100 അല്ലേ? സാരില്ല, അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും. മോഹന് അറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം. കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട? ഇക്കാലം വരെ ഒരു 5 രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ടാ? അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ, ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ
അച്ഛൻ അമ്മയുടെ പുറകെ കൊട പിടിച്ച് നടന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മിടുക്കി. ടെമ്പോരേട്ടന് സുഖം തന്നെയാണോ? അല്ല, ആരിത് എപ്പോ വന്നു? ലോഹ്യം പറച്ചിലൊക്കെ പിന്നെ ആദ്യം അടുക്കളയ്ക്ക് അല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിന് മോചനമില്ലയോ? മോചനൊക്കെ ഇരിക്കട്ടെ, തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? ആ, കണാരേട്ടൻ മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ. കണാരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ചില സമയത്ത് മാറ്റം ഉണ്ടാവില്ല. ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഏതായാലും പങ്കജാക്ഷന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. തെക്കേകര തറവാടിന് താങ്ങും തണലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരണേ. തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചതാരാ? എന്നെ കള്ളനാക്കിയ പെരുങ്കള്ളൻ ആരാണെന്ന് പറയും. എന്നിട്ട് വേണം അവന്റെ കുടലോട് എനിക്ക് മാലയിടാൻ. വെറുതെ അല്ല കണാരേറ്റവനെ കള്ളനാക്കിയത്. എനിക്കും വേറെ വഴിയില്ലല്ലോ. കണാരേറ്റൻ പറഞ്ഞത് തന്നെ സത്യം. ഉരുളി കട്ടത് പങ്കജാക്ഷൻ തന്നെ. ഞാൻ പോലും അറിയാതെ ഞാൻ എങ്ങനെ ഉരുളി കെട്ടു? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി മനഃപൂർവ്വം എന്നെ കുരുക്കിലാക്കുകയാണല്ലേ? ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ വർത്താനൊന്നും പറയാതെ പോകണ്ട അവിടുന്ന്. ഞാൻ പോവുകയാണ്. നിരപരാധിയായ ഒരുത്തനെയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി കള്ളനാക്കിയത്. ദൈവം നിങ്ങളെ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരിക്കുന്നുള്ളിക്കോ? എവിടെയാണ് പടുപാവൻ നീ ആ ഉരുളി കൊണ്ടുവച്ചത്? ദൂരെയൊന്നുമല്ല, ഇവിടത്തെ കളപ്പുരയ്ക്കകത്താ. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഏതായാലും ഇവൻ എന്റെ മകനാകാൻ വഴിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാരേട്ട? ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള, വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും. തലവിധി. തലവിധിയല്ല, ഇത് തലതെറിച്ചു പോലെ പോക്കരുത്തരാ. കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളം പറയേണ്ടി വന്നില്ല പെങ്ങളെ. അപ്രിയമായ സത്യം പറയരുതെന്ന് ഭഗവത്ഗീത വരെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞോണ്ട് എന്നാ പോലീസ് കേൾക്കോ? സംശയത്തിന്റെ പേരിലാ പങ്കയാറ്റ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അയാൾ സത്യം കുത്തിപ്പൊക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ സത്യം കുത്തി പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവനെ കുത്തി മലർത്തണം. തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാക്ഷന് കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ. ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാക്ഷന്റെ വീട്ടിൽ കൊണ്ടിടുന്നു. എന്താ? ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെ ആരായ? വീടെത്തി. വാ വാ. വാ വാ. എവിടെ പോയി இந்த പിശാചി? ആരാടാ ആരാടാ നീ എരുമെന്ന് വിളിച്ചത്? அண்ணாச்சங்க கோபத்துல வறுத்து நிக்க பள்ளிக்கூடத்துல வளர்ப்பு உங்களுக்கு எருமையை கட்டால சாமா. நான் ஒரு 100 வாட்டி சொல்லியிருக்கேன் எருமையை கட்டக்கூடாது, எருமையை கட்டக்கூடாதுன்னு. உங்க எருமையில சாணம் ஊத்துற நாங்க வரணுமா? என்ன முறைக்கிறேன்? உங்க எருமையில நான் வெட்டி போட்டுடுவேன். എന്റെ എരുമേനെ നിന്റെ തന്ത വെട്ടൂടാ. பாராக்கா ഒന്ന് പോടാ പഞ്ഞപ്പാണ്ടി. മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ഒരു ആമ്പിളെ. ആമ്പിളിയാ? ആമാ. എടാ നീ എന്നെ എരുമമാടെന്ന് വിളിച്ചത് ഞാൻ കേട്ടില്ലെന്നാ നിന്റെ വിചാരം? നിന്റെ ഈ പൊങ്ങി നിക്കണ കൊന്തമ്പലുണ്ടല്ലോ, ഒരു ഒറ്റടി അടിച്ച 32 താഴെ വിടും. ആ എരുമകൾ മേഞ്ഞ് തളരുമ്പളേ സ്കൂളല്ല കോടതിയായാലും കേറി കിടന്നിരിക്കും. അതിന് ഇവിടെ കിടന്ന് ഒറ്റ വെച്ചാലുണ്ടല്ലോ എല്ലാത്തിനും പിടിച്ചോണ്ട് കച്ചേരി കെട്ടും ഞാൻ. എന്നാ നീ കൊണ്ടുപോയി കെട്ടണം, ഞാനൊന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല. யாருன்னு காட்டுறேன். அவ்வளவு தீவிரம் இருக்க கூடாது. എന്റെ കയ്യിലെടുക്കരുത്. എടാ പാണ്ടി, നിന്നോടാ പറഞ്ഞത്. அண்ணாச்சி, அந்த தள்ள எங்கிட்ட போட்டிக்கு வரல அண்ணாச்சி.
இந்த எல்லா எருமைக்கும் விஷம் கொடுத்து கொள்ள வேണം. എഴുത്തച്ഛ എന്റെ അരിമകളെ തൊട്ടു പോകരുത്. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു സ്കൂളല്ലേ? സ്കൂള് എന്താ അവസാനമായിട്ട് ഞാൻ പറയാണ്, മേലാൽ എരുമകളെ ഇതിനകത്ത് കണ്ടുപോയാൽ പോയി സൂട്. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? മാറി ചേച്ചി, ഈ കൊല്ലത്തെ ഉത്സവം നമുക്ക് പോറ്റി പിടിക്കും. ഞാൻ രസീത് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭാവന എന്താണ് എഴുതേണ്ടത്? കൊണ്ടുപോണ തന്റെ ഒരു രസീത് ബുക്ക്. ദൈവത്തോട് കളിക്കല്ലേ? ദൈവത്തിന്റെ പേരും പറഞ്ഞ പറ്റിക്കാൻ നടക്കുന്നത് താരല്ലടോ അമ്പലം വിഴികി. അമ്പലം വിഴുങ്ങി നിന്റെ എന്തോ ഓ ഒന്നും പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞതാണേ. അതെ. നേരെ പിടി. ഓ, കുളപ്പറമ്പിൽ അടക്കി പറിച്ചോ? ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടാക്കിയ പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ? കൊടുത്തിട്ടില്ല. 2 തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ബീഡി വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിന് കുറച്ചോ? ലംബോദര എന്തോ? എന്താ അവിടെ? വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ. ഓ, ദാ. ഞാൻ നിൽക്കണം. ഇങ്ങോട്ട് ഓടല്ലേ? ഒന്ന് വേഗം പോണേ. അയ്യേ, അവിടെ എന്താ? ഒന്നുമില്ല. ഈ കിളികളെ ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താ അത്? ചുംബനം. അച്യുതാ, രണ്ടുപേരും ഇവിടെ വാ. വിളയുന്നതിന് മുമ്പ് കൊയ്യണോ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? താലി കെട്ടുന്നതിന് മുമ്പ് ഇനി ഇത് ആവർത്തിച്ചാൽ പോയിക്കോ. നിക്കവിടെ. അച്യുതൻ അതിലെ, തങ്കമണി ഇതിലെ. അല്ലേലും പിരിക്കുന്ന കാര്യത്തിൽ നീ മിടുമിടിക്കുകയാണ് നാരായണി. ലംബോദര എന്തെങ്കിലും പറഞ്ഞോ? എങ്കിൽ കൊടപിടി. ഓ ഓ, എന്റെ നാരായണിക്കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലതാണ്. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. ഈ ശരീരത്തിനുള്ളിലും സംശയത്തിന് സ്ഥലമുണ്ടോ? അതെ, എന്താ സംശയം? ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അതോ, അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കാ, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. ഈ ആഴ്ചയിലെങ്കിലും നമുക്ക് അമ്പല കമ്മിറ്റി കൂടണം. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? എന്റെ മോൾക്ക് എന്താണ് ഈശ്വര പറ്റിയത്? എന്താ? എന്തിനാ അവള് കരയണേ? എന്താ 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 ഉണ്ടായെന്ന് പറയൂ. എനിക്കെങ്ങനെ അറിയാൻ? ചോദിച്ചിട്ട് പറയണ്ടേ? മാലു, എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറ മോളെ. നിന്നോടല്ലേ ചോദിക്കുന്നത്? എന്താ അച്ഛ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിലെ മുഴുവൻ കുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. നാണും മാനം കെടുത്തിയപ്പോ സമാധാനായല്ലോ. ആരാ നിന്നെ അപമാനിച്ചത്? ചോദിച്ചേട്ടല്ലേ ആരാ നിന്നെ മാനം കെടുത്തിയെന്ന്? വേറെ ആര്? അവൻ തന്നെ, ആ 500 മകൻ രാമഭദ്രൻ. ആ തന്നെ അങ്കാരം ഇന്നത്തോടെ ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? കേറി പോടാത്ത്. അമ്മേ, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ആനപ്പറയിലെ പെണ്ണത്തോട്ടായ അവന്റെ കളി. അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ടേ ഞങ്ങൾ വരൂ. നിങ്ങൾ വന്നേ. എടാ വെക്കടാ, കേറി പോവാനല്ലേ പറഞ്ഞത്? എടാ കേറി പോവാൻ.
ഒരു പുന്നാരും വേണ്ട. അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത്. എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണവും ഇല്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ചോദിക്കാൻ പോയപ്പോ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചന്മാരെയൊക്കെ തടഞ്ഞത്? ബഹളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലേ? അച്ഛമ്മക്ക് ഇപ്പൊ അച്ഛമ്മയുടെ മക്കളാ വലുത്. ഞാനാരാ? എടി വണ്ടി, ഇത്രയും കാലമായിട്ട് ഈ അച്ഛമ്മേനെ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? മുടക്കിയതിന്, നിന്നെ അപമാനിച്ചതിന്, നീ കുടിച്ച കണ്ണീരിന്, അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത്. ചോദിക്കൂ. എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പകരം ചോദിപ്പിക്കും. 22. അമ്മേ, ഇതെപ്പ അവതരിച്ചു? നല്ല കീറുകീറുകയാണല്ലേ? എന്നാൽ എന്റെ മോഹനൻ നിന്റെ വേണ്ട കല്യാണം. വേണ്ട, കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ല, നമ്മയോടും പറഞ്ഞിട്ടില്ലേ? എന്നാ അമ്മയ്ക്കുള്ള എണ്ണ. നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നേ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. എന്തോന്നാ മോനെ ഇത്? അമ്മയ്ക്ക് പരദോഷത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ അടുത്തിരുന്ന് ഊട്ടി കൊടുക്ക്. ചലേ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാന്റെ ചാറങ്ങൾ ഇച്ചിരി എടുത്ത്. ഏയ് പൊക്കോളില്ലെന്ന്. ഓ, ആ മോഹന് ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹൻ ഒരു കല്ലെടുത്ത് അമ്മായിയുടെ തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോളിച്ചിരി മീൻചാരെടുത്തോട്. ആ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. വേണ്ട പറഞ്ഞു. ആ മുളക് 1 കിലോ, മുളക് 1 കിലോ, മല്ലികാല്, മല്ലികാല്, പരിപ്പ് 1 കിലോ, പരിപ്പ് 1 കിലോ. 3 കിട്ടോളോ? 24, 30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോളെ ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. മോഹനെ പതുക്കെ. അമ്മായിക്ക് കുറച്ച് പുകല് തന്നെ, ഞാൻ ഉടനെ പൊക്കോളാം. ഉത്തമേട്ടാ, ഓ ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ഒരു 5-6 കണ്ണി ഇരുന്നോട്ട് മോഹന്. ഇപ്പത് മതി, സ്ഥലം വിട്. അപ്പ അമ്മായി അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്നും ഏരിയ കണ്ടുപോരുത്. എളേച്ചന്റെ ഭാര്യയുടെ അങ്ങളാ, കുട്ടീഷിന്റെ മോനാ. ചോദിക്കേണ്ടവരോട് ചോദിച്ചെങ്കിലല്ലേ കിട്ടേണ്ടത് കിട്ടൂ. ഒരാവശ്യം വരുമ്പോ കൈയയച്ച് സഹായിക്കാൻ ഈ നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. തെക്കേക്കര നാരായണത്തള്ള, അല്ലാതെ വേറെ ആരാത്? അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞാലോ ബാലേട്ടാ? വടക്കേക്കര കണാരം കാണുന്നത് മറന്നോ? തെക്കേക്കരക്കാർക്ക് എന്താ ഒരു കുറവ്? പണമില്ലേ, പ്രതാപമില്ലേ? ഇതൊക്കെ വടക്കേക്കരക്കാർക്കില്ലേ? വടക്കേക്കരക്കാർക്ക് ഇല്ലാത്തൊന്ന് തെക്കേക്കരക്കാർക്കുണ്ട്. അതെന്താ? സുന്ദരിയായ ഒരു മോള്. ഈ നാട്ടിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അംബികയാണെന്നല്ലേ പറയാനൊക്കൂ. തങ്ക വിളിക്കുന്ന ഒരു കുറവ്. ഓ, പൊട്ടക്കാലത്തിന് കണ്ണും മൂക്കും മരച്ചാൽ എങ്ങനെയാ? അതുപോലുണ്ട്. തൊഴിലിപ്പിലേക്കാൾ നല്ലത് തങ്ങളുടെ സ്വഭാവത്തിൽ എന്താണ് ഒരു കുഴപ്പം? കണ്ണും കയ്യും കാലും കാണിച്ച് കാർന്നോരെ മുന്നെ തട്ടിയെടുക്കല്ലേ? വല വീശി പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ കാർന്നോർക്കായിരിക്കും. ഏട്ടിന് അധികമൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുള്ളത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളതൊക്കെ ഈ കോത്തിനെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ? ആണ്, ഞാൻ പറയിപ്പിച്ച എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രായത്തിൽ കുറഞ്ഞ ഇവിടെ ഒപ്പത്തിനൊപ്പം പശുവോട്ടക്കാരിയാക്കിയത് എന്റെ തെറ്റാ. ഞാൻ മഷി നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവുണ്ട്. ഏട്ടിന് വരെ സംശയമുള്ള പലതും പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ധിക്കാരി, ഗുരുത്തോഷം പറയുന്നോ? നീ ഗുണം പിടിക്കില്ല. നിന്റെ അവതാരം കൊണ്ട് ഗുണം പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇന്ന് മുതൽ ഇങ്ങനെ ഏട്ടൻ എനിക്ക് വേണ്ട. വേണ്ടടി, ഇങ്ങനെയൊന്നും വെക്കാൻ ഇരിക്കും വേണ്ട. നീ ഓടി പോടാ. അല്ല, ഇതെന്താ കഥ? മനുഷ്യന്മാരെ നമ്മൾ പിണങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിണക്കം? എന്റെ ഈശ്വരാ, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യേ. എനിക്കായിരുന്നു ഇങ്ങനെ ഒരു പെങ്ങളെങ്കിൽ ഞാൻ വെട്ടി വിളിക്കാണ്. നാട്ടുകാരെ മുമ്പ് ചടാതെ വിളിച്ചില്ലേ? അഹങ്കാരം അല്ലാന്ന് പറയാൻ അവർ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കാരണം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോടത്തോളൊക്കെ മതി. ഇനി എന്റെ ശത്രുവാണ്, ശത്രു. ഇത്രയും കാലമായിട്ട് ഞങ്ങളായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണാറിന് എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറയാറ്?
ഒന്നുമില്ലെങ്കിൽ പെങ്ങളാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ചിരിയും കളിയുമായിട്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഒന്നാണെന്നല്ലേ കരുതിയത്? അയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ കണക്കിന് മക്കൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ എത്ര നന്നായി. നടന്നിരുന്നേൽ എന്റെ ദൈവമേ, അയാൾ അവരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നേനെ. കണ്ടറിഞ്ഞവളല്ലേ ഈ നാരായണി, കൊണ്ടറിഞ്ഞവളാ. വടക്കേകര കണാറിന്റെ അവസാനം കണ്ട് ഈ തെക്കേകര നാരായണി അടങ്ങൂ. ശരി മതിയേട്ടാ, കണ്ടോടി, ഇനി ഈ വടക്കേക്കര വീട്ടിൽ നിന്ന് ആരും തെക്കേക്കരയിൽ കാലൂത്തില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പൊ അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകൂ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ ഫലം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ലെന്ന്. സംശയം തീർന്നു അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ ഈ കണാരൻ. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനൊരു നുണയനാണെന്ന്, വിവരമില്ലാത്തവനാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവിടെ ചിന്തിച്ചില്ലേലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തതെന്ന് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കല്ലേ? അത് നടക്കില്ല. അത് നടക്കില്ലെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്ന് പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കണാരൻ. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി ഈ മഷിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതന് ഇനി തങ്കമണി കാണരുത്. ഇല്ല, ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണിയേട്ടന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികേ ചൂടാകണ്ട, ഇവളെ പ്രസവിച്ചത് നാരായണി തന്നെ, സംശയമില്ല. ലംബോദര, എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാൻ ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നുറുക്കും ഞാൻ. ഓർമ്മയിരിക്കട്ടെ. എന്തൊരു കഷ്ടം. ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ഛൻ എടാ നിക്ക. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പഴിച്ചു? എനിക്ക് പേടിയാ, അമ്മ അറിഞ്ഞാല്. ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന്. വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര, ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. വൈദ്യരെ, ഓ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരില നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ, അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നു അത് മാറ്റാൻ ഒക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകം പെട്ടാൽ വെട്ടി ദുരുക്കി ഞാൻ. പരിപ്പ് കറിയിൽ ഉപ്പ് കുറവാ. തേങ്ങ ശരിക്കും അറിഞ്ഞിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ താൻ ചോറ് കറി എടുത്തത്? ചോദിക്കണമെന്ന് വിചാരിച്ചു നോക്കിയപ്പോ നിങ്ങൾ അടുക്കള കണ്ടിട്ടില്ല. കണ്ടില്ലെങ്കിൽ ഉടനെ എടുത്ത് വീഴാൻ വേണ്ടത്. നല്ല വിശപ്പായിരുന്നു. തന്റെ വിശപ്പാറ്റാണ് ഞാൻ ചോറ് വെച്ചത്. എന്റെ അടുക്കളയിൽ കയറി അധികാരം കാണിച്ചാലുണ്ടല്ലോ, നേരം വെളുത്ത അവിടുന്ന് അറിയിക്കൊള്ളു. പാത്രങ്ങളൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി ആ മൂലയിൽ വെച്ചേക്കണം. ഓ, ഏത് ദരിദ്രവാസി കുടുംബത്തിലെയാ, ആർക്ക് കണ്ടാലറിയാം.
നിക്ക് നിക്ക് നിക്ക്. എന്തിനുള്ള പുറപ്പാടാ? കിടക്കാനുള്ള പുറപ്പാടാ. എവിടെ? ഇവിടെ. അയ്യടെ സംബന്ധക്കാരൻ അകത്ത് കയറി കിടക്കാൻ വന്നിരിക്കുന്നു. പുറത്തിറങ്ങ്. പുറത്ത് നല്ല തണുപ്പാ. അകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ കുഴപ്പമേ? കുഴപ്പം രാത്രിയിൽ താൻ എന്നെ കയറി പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത്. ഹലോ, ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? ഓ, വല്ലാത്ത കാല, ഒന്നും വിശ്വസിക്കാൻ വയ്യ. അല്ല, ഇതെന്താ ഈ പറ്റി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോ നോക്കിയേ. നീ ഇവിടെ ചെല്ലടാ. പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ. നീയല്ലേടാ അവിടെ ചെമ്പൂരിലേക്ക് മോഷ്ടിച്ചത്? ഞാൻ കള്ളനല്ല. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ്. പുസ്തകം മേടിക്കാൻ മധുരഞ്ചാരിയാ വരണത്? അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ, ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഹലോ, അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു, ഹലോ, മാലു, അകത്ത് പോ, ഞാനിപ്പോ വരാം. ഇടാ പോയാൻ. നിക്കണവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആരും വന്നില്ല. വേഗം ഇറങ്ങി വാ. വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്ര, ഞാൻ പറയണ കേക്ക്. പറ, ഞാൻ പോണോ? എന്റെ പുണ്യ നോനാണ് ഇങ്ങനെ പറഞ്ഞു ഒന്ന് കേക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി ശരിയാ കുടിച്ചു. ആഹാ, പങ്കുടി. ഇടി കേമി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്ത കാണാനും വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ, അടിമുട്ടി. നീ പോടി അവിടുന്ന്. എന്റെ മോളെ തല്ലിയ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും മണം പിടിച്ചു മാറ്റണം. അമ്മായി ഓടി വരണേ, ഓടി വരണേ, ഓടി വരണേ, ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി എന്നാലോചിക്കുന്നത്. അച്യുതന് കൊടുക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഉൽപ്പലാക്ഷനെ കൊണ്ട് കെട്ടിച്ചാൽ ഇവിടത്തെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ? കരി കഴുകിയാ പോകൂലേ വൈദ്യരെ? ലംബോദരാ, ഓ, അകത്തു പോ. ഓ, ഒരു വഹയ്ക്ക് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഇവിടത്തെ ഭർത്താവായി പോയത്. വൈദ്യരെ,
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണാരങ്കാർന്ന് ഒരു ഉൽപ്പലാക്ഷനെ പിടികൂടും മുമ്പേ നമ്മൾ പിടിക്കണം. ഇവിടത്തെ അമ്പിയക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധമായത്. അവന്റെ നാടും വീടും അറിയാതെ എന്താ നാടും വീടും നോക്കുമ്പോഴേക്കും കണാരങ്കാർന്ന് ഒരു കല്യാണം നടത്തും. നിങ്ങൾ നാണം കെടും. മൂപ്പര മുമ്പ് തോക്കാൻ തന്നെ തീരുമാനിച്ചങ്ങള്. തല പോയാലും വേണ്ടില്ല, അവനെ എനിക്ക് തോൽപ്പിക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പലാക്ഷനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനും മഷി നോട്ടും, നിങ്ങൾക്കും മഷി നോട്ടും. രണ്ടുപേരും കൂടി ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരമാകും. പിന്നെ കണാരങ്കാർന്നവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. വൈദ്യരുടെ ബുദ്ധി അപാരം തന്നെ. ഉൽപ്പലാക്ഷന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെണ്ണ് എന്റെ മോൾ അമ്പിയായിരിക്കും. വൈദ്യരി പൊക്കോളൂ. സന്തോഷായി, എനിക്ക് സന്തോഷായി. ഏഷണ വൈദ്യര് കുടുംബം കലക്കി തെണ്ടി തെമ്മാടി ഏഭ്യൻ ചെറ്റ കഴുത. ലംബോദര എന്തോ ഇവിടെ പറഞ്ഞൊന്നും ലംബോദരൻ കേട്ടില്ല. കേട്ടില്ല, കണ്ടില്ല, പറയില്ല. അതല്ലേ ലംബോദരൻ. ഈ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ കുപ്പിയിലാക്കുന്ന പണി തിരക്കേടില്ലട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മുങ്ങും, പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ ഞാൻ കൊടുക്കും. നോക്ക്, രാജയോഗം കുടക്കീഴിൽ വന്നു നിൽക്കുന്നു. സമയം കളയണ്ട, വാ. എപ്പോ വന്നു? കഷായ താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ പേര് ജുബ്ബ എന്നല്ല. അല്ലെങ്കിൽ പിന്നെ താനെങ്ങനെ വിളി കേട്ടപ്പോ തിന്നത്? അത് എന്റെ പേര് PK സുധാകരൻ എന്നാ. ഓ ആയിക്കോട്ടെ, താനിങ് വന്നേ. ഈ എരുമയ്ക്ക് കറക്കുമ്പോ കാല് പൊക്കി ചവിട്ടണ സ്വഭാവം. ഇതിന്റെ കാലൊന്ന് പിടിച്ചേ. ഞാനോ? പിടിക്കണമേ. ഒരു സ്കൂൾ അധ്യാപകൻ എരുമയുടെ കാല് പിടിക്കാനോ? തന്നോടെ പിടിക്കാൻ പറഞ്ഞേ. ഇതുപോലെ ചില്ലറ സഹായങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയല്ലേ തന്നെ ഇവിടെ പാർപ്പിച്ചത്. ഞാൻ വാടകയൊന്നും വാങ്ങണില്ലല്ലോ. നോക്കി നിൽക്കാതെ പിടിക്കണോ? ഈ മാതിരി പഠിപ്പൊന്നുമില്ലാതെ താൻ എന്തോന്നാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്? TTCക്ക് എരുമയുടെ കാല് പിടിക്കുന്ന പാഠം ഇല്ലായിരുന്നു. വേണ്ട, ഞാൻ പഠിപ്പിക്കാം. മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തണ മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. ജിജി വി വിൽ ഗോ. ദേ വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. ജിജി ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. വാട്ട്? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. ഓ, നമ്മുടെ കാഞ്ചിയും സുകുമാരനും. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവൻ മേസ്ത്രി എന്നേ. വീട് ഏതെന്ന് പറഞ്ഞാ മതി. ആ കാണുന്നത് തന്നെയാ. കേട്ടല്ലോ, മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാൾക്കില്ലെന്നേ. നാണക്കേടായി പോയി. എഞ്ചിനീയർ ആണെന്ന് കരുതി വെറുതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തു. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ, ഒരാളുടെ ശല്യം വേണമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത്. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഖേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഖേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ പ്രായത്തിലേ നിന്നേക്കാ 100 അരട്ടി പത്രാസിൽ ജീവിച്ചോളാടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. നിങ്ങളോട് പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയോളാടി ഞാൻ. അപ്പുറത്ത് ഇപ്പുറത്തുള്ളൊരു കേക്കല്ലേ ഈശ്വര. കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടടി. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികരെ പുറത്ത് ഈ കുതിര കയറി അല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്റെ മോൻ കുമാരനങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലുടെ അവൻ. ഈശ്വര, നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. യുസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നെയൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ല? അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട വേണ്ട.
പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. ലംബോദരം വരണ്ട. ഓ അല്ല വൈദ്യരെ, ബലഹീനതയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തിനാ? എനിക്കൊരാളാകാൻ. ഇരിക്കൂ. കണാറിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞു. പോയിരുന്നു. അവിടെ പോവരുത്. അവൻ മഹാപഴയാ. അവന്റെ മോള് അതിലേറെ പഴയാ. മോൻ അംബികയെ കണ്ടിട്ടുണ്ടോ? ഏതംബിക? എന്റെ മോള് സുന്ദരിയ. മോന്റെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മോനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെ ആയിരിക്കണം. കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണം. പെട്ടെന്നൊരു തീരുമാനം. സമയെടുത്തോളൂ. പിന്നൊരു കാര്യം, ഇനിമേലിൽ കണാറിന്റെ വീട്ടിൽ പോകരുത്. ഇല്ല. ഉൽപ്പലാക്ഷനുള്ള ഭക്ഷണം ഇവിടെ എത്തും. അത്രയും വേണോ? വേണം. എന്റെ മരുമകനാകാൻ പോകുന്നവൻ കണ്ടവന്റെ എച്ചിൽ തിന്നാലേ എനിക്കാ ക്ഷീണം. തിന്നില്ല. തിന്നരുത്. എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. മനസ്സിലായോ? വരട്ടെ. അങ്ങനെ ഇപ്പൊ കണാരൻകാർന്നവരുടെ മോള് തങ്കമണി ഉൽപ്പലാക്ഷന് 3 നേരവും വെച്ച് വിളമ്പണ്ട. ഉൽപ്പലാക്ഷൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കത്തേ ഉള്ളു കാരണവര്. അതിനു മുമ്പ് അംബിക ചോറുമായി ഉൽപ്പലാക്ഷന്റെ അടുത്തെത്തണം. ഞാൻ പോവില്ല. വെട്ടി തുറക്കും ഞാൻ. പാത്രം എടുക്കടേ. ഇതാ. ഇടവും വലവും തിരിയാതെ അവന്റെ അടുത്തേക്ക് നടക്കടേ. കൊട പിടിച്ചോണ്ട് ഞാൻ പോണ പുറകെ. ലംബോദര, ഓ പറഞ്ഞത് ചെയ്താ മതി എല്ലാവരും. ഓ ആ, അംബികയുടെ ഉൽപ്പലാക്ഷന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും വൈദ്യർ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പിന്നെ പറയണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വരട്ടെ. ശരി, വരട്ടെ. ജുബേ, എന്താടോ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് പൊറുക്കാൻ തീരുമാനിച്ചോ? ഞാൻ ശല്യത്തിനൊന്നും വരുന്നില്ല. വല്യമ്മയുടെ പ്രായം തലയണൊന്നും ഞാൻ എടുക്കുന്നില്ല. വല്യമ്മയാ? ഞാനോ? എനിക്കെന്ത് പ്രായം ഉണ്ടെന്നാ തന്റെ വിചാരം? എന്നാ ഇളയമ്മയുടെ പ്രായം തലയണൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ മുറ്റത്തൊരു അടുപ്പ് കൂട്ടി എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഈ മുറ്റത്ത് അടുപ്പോ? അത് വേണ്ട. ആണോർത്ത മുറ്റത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് 4 ആള് കണ്ട ഞാനൊരു ദുഷ്ടത്തിയാണെന്ന് പറയും. ഇവിടെ ഉണ്ടാക്കുന്ന എന്റെ ഒരു ഓഹരി ഞാൻ തരാം. താൻ കാശ് തന്നാ മതി. കാശെന്ന് പറഞ്ഞാ എത്ര? ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും? തന്നെ പോലെ വെട്ടി വിഴുകുന്ന ഒരുത്തിനാവുമ്പോ ദിവസം ഒരു 10-25 രൂപ വേണ്ടി വരും. 25 രൂപ? ഞാനിവിടെ വന്ന് താമസിക്കുന്നത് തടി നന്നാക്കാനൊന്നുമല്ല. കാലത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട. 8 മണിക്കൊരു കഞ്ഞി, ഒരു ചുട്ട പപ്പടം. എന്ത് വരും? ഒരു 35 പൈസ കൂട്ടിക്കോ. ഉച്ചക്ക് ഇത്തിരി ചോറും കുറച്ച് തൈരും, രണ്ടും കൂടി ഒരു 60 പൈസ കൂട്ടിക്കോ. പിന്നെ പൊരിച്ച മീനോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു 20 പൈസ അതും. എന്റെ ഊഹം തെറ്റിയില്ല. താൻ വെറും ദരിദ്രവാസി തന്നെ. ആഹാര സാധനത്തിന്റെ കണക്ക് പറയുമ്പോഴേക്കും മനുഷ്യൻ ഛർദ്ദിക്കാൻ വരിക. കണക്ക് കണക്കായിരിക്കണം. ഓടോർന്ന് തന്റെ പണ്ടാരടക്കം വീണെന്നൊക്കെ തന്നേക്കാം. താനിതുപോലെ ചെറ്റക്കണക്ക് പറയരുത്. എനിക്ക് ഓശാരൊന്നും വേണ്ട. പിന്നെ ഇപ്പോ പുളിശ്ശേരി ഉണ്ടെങ്കിൽ 10 പൈസ, അച്ചാറുണ്ടെങ്കിൽ. ജുബേ, തന്നോടെ ചലക്കരുത് പറഞ്ഞേ. എവിടുന്ന് കെട്ടിയെടുത്ത ഈ സാധനത്തിനൊക്കെ കണക്ക് കണക്കായിരിക്കണം ആളെമ്മേ. അതുകൊണ്ടാ പനിനീരം തെളിച്ച് പിണ്ടവും വെച്ചു. ഇപ്പൊ ഉമ്മറും മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ നില്ലണത്? ഒന്ന് പോണ അവിടുന്ന്. നീ പഠിപ്പിക്കരാ. തളിയാണ് പനിനീര്, അങ്ങോട്ട് തളിയാണ് പനിനീര്. എന്താണെന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്. തന്നോട് ആരോടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആനയില്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി കളിക്കുന്ന കോപ്രായണ്ട. അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടെ ആന ഏൽപ്പിക്ക്. അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോടാകത്ത് ഒരു മാതിരി കേറി പോടാകത്ത്.
ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസമൊക്കെ ചെയ്യിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നടാവേ. ആനയ്ക്ക് പോലും ഞാൻ പോയി പരന്നിട്ട് കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരുമാതിരി മറ്റേടത്ത് വർത്തമാനം പറയല്ലോ. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞ് വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലില് ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന വെട്ടിക്കൊല്ലുന്നു. വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അച്ഛമ്മേ, അല്ല, മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. ഓ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു. ഈ മരക്കൊന്നനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന് ആക്കണ്. വാ മോളെ. ഇളയച്ച, അച്ഛൻ എവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ, കാണാൻ പറ്റാതിരിക്കുക. അയാൾ എന്താ മാഞ്ഞു പോയ? എന്താടോ വക്കീല്? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല, ഒന്ന് പിടിച്ചു തരാൻ പറ. ആരും ഇല്ലടാ അവിടെ വക്കീലൊന്നും സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേടാ, അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടുണ്ട്. അയ്യോ, അച്ഛൻ നോക്കി കണ്ണുകൊണ്ട് പിടിക്കേ. ഈശ്വര, അയ്യോ അച്ഛ, നിങ്ങളൊന്നും അങ്ങോട്ട് മാറി നിന്നെത്തി കാറ്റ് കൊള്ളട്ടെ. വലിയ എന്താ പറ്റിയത്? വെള്ളം. ചേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ. അച്ഛ. ചേട്ടാ, എന്താ പറ്റിയേ? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് വക്കീലേ, എന്താ ഉണ്ടായത്? എന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാനോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലോടാ, ആ കിളവന് ഞാനിന്ന് കൊല്ലോടാ, കൊല്ലും. അമ്മേ, എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇതും കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്. കേസും കോടതിയൊന്നും ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ഛമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പളം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു. നോക്കി നിൽക്കാൻ അമ്മയുടെ അതിന്റെ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ. കൊല്ലു ഞാൻ. അടുത്തു പറയരുത്. തരില്ല. അതിക്ക് തന്നേ. അമ്മയോടാ മാറി തോക്കിയാ